കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഭഗവാൻ ചിന്താലേശൻ്റെ 3 ആശ്രമങ്ങളിലൊന്നായ നെയ്യാറ്റിൻകര ആലയിൽ ആശ്രമത്തിൻ്റെ സപ്താഹവുമായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ ഗുണഗണങ്ങൾ, കാരണം ഈ 7 ദിവസവും വിലപ്പെട്ടതാണ്. 7 ദിവസത്തെ പാരായണവും നിങ്ങൾ കഥാരൂപത്തിൽ അദ്ദേഹം പറഞ്ഞു തരുന്നത് ശ്രവിച്ച് പോകുന്ന കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ തൊട്ട്, അതായത് കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവരെ ഉള്ളവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. മാത്രമല്ല, കുട്ടികൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുന്നത് അവർ നല്ല വഴി നടക്കാൻ അവരെ സഹായിക്കുമെന്ന് സംശയം വേണ്ട. നമുക്ക് തന്നെ മാറ്റം വരും. നമ്മൾ ആവശ്യമില്ലാത്ത സമയം ദേവകാര്യങ്ങൾക്ക് വിനിയോഗിക്കും, അല്ലാതെ മറ്റ് ദുഷ്ടചിന്താഗതിയിലേക്ക് പോകത്തില്ല. നുണയും കുണ്ടണിയും മറ്റുള്ളവർക്ക് പാരവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ഈ സമയം ഈ ഗുരുക്കന്മാരുടെ വചനം ശ്രവിക്കുകയും അതുവഴി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ഐശ്വര്യം വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഈ എപ്പിസോഡുകൾ നിങ്ങൾ മുടങ്ങാതെ കാണുക. കാരണം ഞങ്ങളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്, എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടുമാണ്. കാരണം എല്ലാവർക്കും ഇത് മൊത്തം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ എപ്പിസോഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും കാണുക. അതിനൊപ്പം തന്നെ മക്കളെ ഒക്കെ എല്ലാവരും കേൾപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നമ്മളെ ചാനലിലെ ഒരു പ്രത്യേകത, ഇതാരും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവിൻ്റെ മാഹാത്മ്യവും ആവശ്യകതയും സൂചിപ്പിക്കുന്ന ഒരു കീർത്തനം പാടിയിട്ട് തുടങ്ങാം. നമുക്ക് ഗുരുകാരുണ്യത്തോടുകൂടി ആരംഭിക്കാം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. എല്ലാവരും പാടും. അജ്ഞാനമുള്ളവയൊക്കെ കളയണം, വിജ്ഞാനമെന്നുള്ളിൽ വർഷിക്കണം, ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആനന്ദം നൽകുന്ന പാദരേണുക്കളാൽ മാനസമായൊരു ദർപ്പണത്തിൽ മാലിന്യം നീക്കിട്ടു നന്മ വരുത്തണം, നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ.
കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഇച്ഛിച്ചതൊക്കെ കൊടുക്കുന്ന നിൻപദം ഇച്ഛയുണ്ടെൻ്റെ ശിരസിൽ വയ്ക്കാൻ. തൊൽച്ചരണങ്ങളൊഴിഞ്ഞില്ലോരാശ്രയം നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടല്ല നിശ്ചയിച്ചോർക്കുമ്പോൾ ഒന്നു തന്നെ. ഈശ്വര എന്നു വണങ്ങുന്നേനെപ്പോഴും നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഉണ്ടായി നല്ല ഗുരുഭക്തി എങ്കിലോ വേണ്ടുന്നതെല്ലാമേ സാധിച്ചിടും. കൊണ്ടാടിക്കൊണ്ടു പ്രസാദിക്കും സജ്ജനം നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഊനമായി പോയി ഗുരുഭക്തി എങ്കിലോ മാനഹാനിക്കൊരു പാത്രമാവൻ. ദീനനായി തന്നെ കിടന്നങ്ങുഴന്നിടും നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. എള്ളിലുള്ളെണ്ണ കണക്കൂദേഹങ്ങളുടെ ഉള്ളിലുണ്ടീശ്വരനെന്നറിയുക. ഉള്ളവണ്ണം തന്നെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഏകാന്തമായുള്ള ഭക്തി മുഴുത്തിട്ട് ആകാംക്ഷയോടെ ശുശ്രൂഷ ചെയ്താൽ ആകായ്മ നീക്കിട്ടു നന്മ വരുത്തിയിടും നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഐഹികം തന്നിൽ സൂഹിച്ചങ്ങിരിക്കുന്ന ദേഹത്തിനന്തരം വന്നിടുമ്പോൾ വൈകുണ്ഠലോകത്തെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഒട്ടുമുപേക്ഷ കൂടാതെ ഗുരുവിൻ്റെ മുട്ടുതലോടിയിരുന്നു കൊണ്ടാൽ കെട്ടുന്നതെന്തെന്നു ഞാൻ പറയണമോ നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഓരോരോ വിദ്യകൾ ഓതിപ്പാഠിക്കേണ്ട നേരെയോദിക്കും മനസ്സു തന്നിൽ പാരാതെ തോന്നും അതിനുള്ളൊരർത്ഥവും നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ. ഔവണ്ണമുള്ള ഗുരുഭക്തി എങ്കിലോ ഈ വണ്ണം മറ്റാർക്കുമില്ലറിയുക. ആ വണ്ണമൊക്കെയും കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ.
കരുണാനിധിയായ ഗുരുവിൻ്റെ തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേൻ ഗുരുഭക്തന്മാരെ ഗുരുവായൂപൂരത്തപ്പ കുമ്പിടുന്നേൻ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഒരിക്കൽ നൈമിഷാരണ്യം എന്ന പുണ്യക്ഷേത്രത്തിൽ ശൗനകൻ മുതലായിട്ടുള്ളതായ ആയിരക്കണക്കായ ഋഷീശ്വരന്മാർ സ്വർഗലോകത്തിൽ പോകാൻ വേണ്ടിയിട്ട് 1000 കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഒരു യാഗം ആരംഭിച്ചു, അഥവാ സത്രം ആരംഭിച്ചു. അപ്പോൾ ഈ യാഗശാലയിൽ ഹോമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കലേ ഉള്ളൂ. മൂക്കിലൂടെയും കണ്ണിലൂടെയൊക്കെ അതിൻ്റെ ആ പുകയിട്ടിട്ട് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കലാണ്. അവർക്ക് എപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടണമെന്ന് വെച്ചാൽ ഇടവേളകളിലൊക്കെ നാമസങ്കീർത്തനം, അതുപോലെ സത്സംഗം, ഈശ്വര കഥകൾ പറയും. മനസ്സിലായോ? അതിലേ നമുക്ക് താല്പര്യമുള്ളൂ. യാഗങ്ങളൊക്കെ കാണാൻ പോയാൽ നമുക്കറിയാം നമുക്കൊന്നും പങ്കാളിത്തമില്ല അവിടെ. നേരെ വരുന്ന രാമജപോ കഥാപ്രഭാഷണമൊക്കെ ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളെ കിട്ടിയാൽ അവരെ ആദരിച്ചിരുത്തി അവർ ബഹുമാനിച്ച് അവരെ കൊണ്ട് ഭഗവത് കഥ പറയിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശ്വര നിശ്ചയമനുസരിച്ച് എതിർച്ചയാ ഒരു ദിവസം ഒരു മഹാത്മാവ് അവരുടെ യാഗശാലയിൽ വന്നു. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേര് ലോമഹർഷണൻ എന്നാണ്. സൂതൻ എന്നാണ് പൊതുവെ അദ്ദേഹം പറയാം ഈ കഥ പറയുന്നവരെ കൂട്ടുകാരെ. ആരാണ് അദ്ദേഹം? വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ്. അദ്ദേഹനെ കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം മഹാനാണ്, ഈശ്വര സാക്ഷാത്കാരം നേടിയ ആളാണ്, നമുക്കൊക്കെ ഈശ്വരൻ്റെ മഹിമ പറഞ്ഞു തന്ന് നമ്മളെയൊക്കെ ഈശ്വരാനുഭൂതിയിലേക്ക് നയിക്കാൻ കഴിവുള്ളവരാണെന്ന് മനസ്സിലായി. ഉടനെ അദ്ദേഹം നമസ്കരിച്ചു. ഉത്തമമായൊരു ആസനത്തിലെത്തി പാദപൂജയൊക്കെ ചെയ്ത് അദ്ദേഹനെ വലിയ ബഹുമാനത്തോടുകൂടി ഇരുത്തിയതിന് ശേഷം എല്ലാവരും വന്ന് നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് വേദവ്യാസ മഹർഷിയുടെ പ്രിയ ശിഷ്യനല്ലേ? പ്രിയ ശിഷ്യന്മാർക്ക് ഗുരുനാഥൻ അത്യന്തം രഹസ്യമായ ആത്മാവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പോലും പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കില്ല ഗുരുനാഥന്മാർ. പ്രിയ ശിഷ്യന്മാർക്കാണ് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് അങ്ങക്ക് പ്രിയ ശിഷ്യനായതുകൊണ്ട് എല്ലാം അറിയും. പോരാത്തതിന് അങ്ങ് വേദശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതിഹാസങ്ങൾ പഠിച്ചിട്ടുണ്ട്, പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇങ്ങനെല്ലാം വേദവ്യാസ മഹർഷിയിൽ നിന്ന് പഠിക്കാൻ ഭാഗ്യം ചെയ്ത മഹാനാണ് അദ്ദേഹം. അങ്ങനെയുള്ള അങ്ങേ കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം ധന്യമാണ്. മാത്രമല്ല ഞങ്ങൾക്കും ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള ആയുസ് കുറവാണ്. പഠിക്കണമെന്നുണ്ട് പലതും നമുക്ക് അല്ലേ? നമുക്കിടെ കഥ ഇങ്ങനെയൊന്നുമില്ലേ? നമുക്ക് പഠിക്കാൻ എത്ര ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ അല്ലേ, വേദശാസ്ത്രങ്ങൾ, ഇതൊക്കെ വലിയൊരു സമുദ്രം പോലെയാണ്. ഇതൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് ബുദ്ധി കുറവ്, പഠിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം സംസ്കൃതത്തിലല്ലേ എല്ലാം എഴുതി വെച്ചേക്കണത്. രണ്ടാമത് ആയുസ് കുറവ്, ജീവിതം കുറച്ച് കാര്യമുള്ളൂ. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ സമയം വേണ്ടേ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നാ ഇതൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുക? ഇതാണ് ഇവർ ചോദിച്ചത്. ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങ് പഠിച്ച ഈ ശാസ്ത്രങ്ങളുടെ മുഴുവനും സാരം പറഞ്ഞു തരും. ഇതാണ് വിവേകികൾ, ബുദ്ധിമാന്മാർ ചെയ്യേണ്ടത്. നമുക്കായിട്ട് ഇതൊക്കെ പഠിച്ചുണ്ടാക്കി മനസ്സിലാക്കാൻ പ്രയാസം. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാരോടോ ഈ പഠിപ്പിൻ്റെയൊക്കെ സാരം എന്താ, ഇതൊക്കെ പഠിച്ചിട്ട് എന്താ പഠിക്കേണ്ടതെന്ന് ആ ആശയം അത് പറഞ്ഞു തരും ഞങ്ങൾക്കെന്ന്. അപ്പം എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണ് ഈ മഹർഷിമാർ ഈ ഗുരുനാഥനോട് ചോദിച്ചതേ.
പിന്നീട് വേറെ പല ചോദ്യങ്ങളും ചോദിച്ചു. അതെന്താ, എന്തിനാണ് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വേണ്ടെന്താ? ഏന ആത്മാ സംപ്രസീദതി, എന്തുകൊണ്ടാണ് ആത്മസംതൃപ്തി, ജീവിതത്തിലൊരു ധന്യത, മനസ്സിന് എപ്പോഴും സന്തോഷവും സമാധാനവും ശാന്തി, ഇതല്ലേ നമുക്കൊക്കെ വേണ്ടത്. ബാക്കിയൊക്കെ എല്ലാത്തിനും ഇതിനു വേണ്ടിയിട്ടാണ് അല്ലേ? വീടുണ്ടാക്കണതും വാഹനം വാങ്ങണതും അതുപോലെ സൗകര്യങ്ങൾ ഉണ്ടാക്കണതും എല്ലാം അതിനു വേണ്ടിയിട്ടാണോ? ഇതൊക്കെ ഉണ്ടായാൽ എനിക്ക് സമാധാനവും ശാന്തിയും സുഖമായിട്ട് കഴിയാമെന്നുള്ള വിചാരം കൊണ്ടാണ് അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ശാശ്വതമായ ശാന്തിയും സുഖവും സമാധാനവും? അതിനാണ് ആത്മസംതൃപ്തി, ജീവിതധന്യത, ജീവിതം കൃതാർത്ഥമാകുക. എന്തുകൊണ്ടാണ്? അതിനുള്ള വഴി അറിയാൻ വേണ്ടി ശ്രദ്ധയോടെ ഇരിക്കുക ഞങ്ങൾ. അത് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് അങ്ങേക്ക് അറിയാലോ, അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പിന്നീട് തന്നെ ഭജിക്കുന്ന ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എത്രയെത്ര അവതാരങ്ങളാണ് സ്വീകരിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരങ്ങളെയും അവതാര ലീലകളെയും വിസ്തരിച്ച് പറഞ്ഞു തരണം. പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ അവതാരത്തെയും കൃഷ്ണലീലകളെക്കുറിച്ചും ഞങ്ങൾക്ക് അറിയാത്തതല്ല. എത്രയോ ഭഗവാന്റെ കഥകൾ എത്രയോ മഹാന്മാരുടെ വന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേട്ടാലും കൊതി മതിയിൽ തീരാത്ത ഒന്ന് ഭഗവത് കഥ അത്രേ. പറയും തോറും ഇനിയും പറയാനുള്ള ആവേശം, കേൾക്കും തോറും ഇനിയും കേൾക്കണം എന്നുള്ള മോഹം. അങ്ങനെ ഏതെങ്കിലും ലൗകിക വാർത്തകൾ നമുക്ക് കേൾക്കാൻ കൊതി ഉണ്ടാവുമോ? ഒരു പ്രാവശ്യം കേട്ടത് കഴിഞ്ഞാൽ കുറച്ച് പിന്നെയും അതിനെ പറഞ്ഞാലോ മതി നിർത്തൂ, പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ പറയൂലേ, ബോറടിക്കില്ലേ? എന്നാൽ ഭഗവാന്റെ കഥകൾ അങ്ങനെയല്ല. രാമായണോ ഭാഗവതോ ഒന്നും എത്ര പ്രാവശ്യം വായിച്ചാലും മടുക്കു വരുന്നില്ല, എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് മടുക്കുന്നില്ല. രണ്ടാമത് ലൗകിക വിഷയങ്ങൾ കേൾക്കണമാതിരിയല്ല ഈശ്വരൻ്റെ മഹിമകൾ കേൾക്കണമെന്നും പറയണത്. ലൗകിക വിഷയങ്ങൾ പറയുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കുറേയും കൂടിയും മനസ്സ് കേടുവരിക, കലുഷിതമാവുക, രാഗദ്വേഷങ്ങളുണ്ടായി നമ്മുടെ മനസ്സ് ചീത്തയാവുള്ളൂ. എന്നാൽ ഈശ്വരൻ്റെ കഥകൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴോ നമ്മുടെ മനസ്സ് ലൗകിക വാർത്തകളെ കൊണ്ട് ചീത്തയായ മനസ്സ് നന്നാവാനിട വരും. മനസ്സിലായോ? മനസ്സ് ശുദ്ധമാകും. മനസ്സ് ശുദ്ധമാകുമ്പോഴോ ആ മനസ്സ് ഭഗവാനോടടുക്കും. മനസ്സിലായോ? ഭഗവാൻ ആരാ? ശാശ്വതമായ അനന്തമാണ്. മനസ്സിലായോ? അപ്പോൾ മനസ്സ് ഭഗവത് കഥകൾ കേൾക്കും തോറും ഭഗവാനെക്കുറിച്ച് പറയും തോറും ചിന്തിക്കും തോറും നമ്മുടെ മനസ്സ് ശുദ്ധമാകാനും അത് ഭഗവാനോട് അടുക്കാനും അത്രത്തോളം നമുക്ക് ആ മനസ്സിലെ ശാന്തിയും സുഖവും സമാധാനവും ഒക്കെ അനുഭവപ്പെടാനും ഇടവരും. ഇതാണ് മറ്റൊരു കഥകൾക്കും ഇല്ലാത്ത മഹിമ ഈ ഭഗവാന്റെ കഥകൾക്കുള്ളത്. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നീട് ഭഗവാൻ മത്സ്യകൂർമാദികളായ അനേക അവതാരങ്ങൾ സ്വീകരിച്ചു അല്ലേ? അവിടുന്ന് പരിപൂർണനായ കൃഷ്ണാവതാരം സ്വീകരിച്ചു. ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറെ കാലം ധർമ്മമൊക്കെ സംരക്ഷിച്ച് ഈ ഭൂമിയിൽ വാണു. ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ ധർമ്മം ഇപ്പം ആരെയാണ് ഈ കലികാലത്തിൽ വിശേഷിച്ചും ആശ്രയിച്ചിരിക്കുന്നത്? ഭഗവാനുള്ളപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാണ് ധർമ്മം എന്നത് അല്ലേ? ഭഗവാനാണ് ധർമ്മ സംരക്ഷണം ചെയ്തത്, അതിന് വേണ്ടിയിട്ടാണ് അവതാരം. ഇപ്പം ഭഗവാന്റെ അഭാവത്തിൽ ധർമ്മം ആരെ ആശ്രയിച്ചിരിക്കണു എന്നറിഞ്ഞാൽ ഞങ്ങൾക്കും അതിനെ ആശ്രയിക്കാലോ. ഇതൊക്കെ ഞങ്ങൾക്ക് കേൾക്കണമെന്ന് മോഹമുണ്ട്. ഭഗവാന്റെ ആ സ്വാതേറിയ കഥകൾ വിസ്തരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കലികാലം എന്ന് പറഞ്ഞാൽ കലികാല ദോഷങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രം നീന്തി മറുകര കയറണ പോലെ പ്രയാസത്രേ. പക്ഷേ അനായാസേന കലികാലത്തിൻ്റെ മറുകര അല്ലെങ്കിൽ സംസാരത്തിൻ്റെ മറുകര എത്താൻ പറ്റിയ ഒരു കപ്പലാണ് സത്സംഗം, മഹത്സംഗം, സജ്ജനങ്ങൾ, മഹാത്മാക്കൾ. അതുകൊണ്ട് ദൈവമാണ് ഇപ്പോൾ ഈ സംസാരത്തിൻ്റെ മറുകര എത്താൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവന്നത് എന്നാണ് മഹർഷിമാർ പറഞ്ഞത്. എന്താ ഇത് ഈ ഭാഗത്തിലൂടെ കാണിച്ചത്? സത്സംഗത്തിൻ്റെ മഹിമ, സജ്ജനങ്ങളെ കാണുന്നതിനുള്ള ലാഭം. ഇതെങ്ങനെയൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് എത്ര സജ്ജനങ്ങളെ കിട്ടും? ഞാനല്ലല്ലോ ഇവിടെ ഇരിക്കണം, പ്രസംഗിക്കണം ഞാനല്ല പറയണത്. ഞാൻ പറയണത് ഇവിടെ ഈ ഭാഗവത്തിൽ ഈ മഹർഷിമാർ ഓരോരുത്തരായിട്ട് വന്ന് ഓരോരോ ശിഷ്യന്മാർക്ക് ഉപദേശിച്ച കാര്യങ്ങൾ അത് സംസ്കൃതത്തിലായതുകൊണ്ട് നമ്മളത് മലയാളത്തിൽ പറയണം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇത് പറയുന്ന ആളുടെ ആശയമല്ല, അത് വ്യക്തമാവണം. മനസ്സിലായോ? ഇപ്പോൾ ഇതാ ശൗനകാദി മഹർഷീശ്വരന്മാർ നൈമിഷാരത്തിൽ വന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യാസശിഷ്യനായ ലോമഹർഷണൻ എന്ന മഹർഷി പറയുന്ന മറുപടികളാണ്. മനസ്സിലായോ? അപ്പോൾ ലോമഹർഷനെ നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും കാണാനും വണങ്ങാനും നമസ്കരിക്കാനും അവിടുത്തെ വാക്കുകൾ കേൾക്കാനും ഇടവരുമല്ലോ. അതൊരു വേദവ്യാസ മഹർഷിയുടെ മഹിമ അറിയാൻ ഇടവരുമല്ലോ. ഇതൊക്കെയാണ്, അതാണ് ലാഭം. ഇത് നമുക്ക് തിരിച്ചറിയാത്രേ. ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം എന്താ? സത്സംഗ ലാഭമാണ്. മനസ്സിലായില്ലേ? അത് മനസ്സിലായ ജനങ്ങൾ ക്ഷണിക്കാറ് തന്നെ സത്സംഗത്തിന് പോകും. 7 ദിവസം തുടർച്ചയായിട്ട് അനേകം മഹാത്മാക്കളെ ഒരേ വേദിയിൽ കാണാനും അവരുടെയൊക്കെ ആ വാക്കുകൾ, ഈശ്വരമഹിമകൾ അവരുടെ മുഖത്തുനിന്ന് കേൾക്കാനും കഴിയുന്ന ഒരു അസുലഭമായ സന്ദർഭമാണ്
7 ദിവസം നടക്കുന്ന ഭാഗവത് സപ്താഹം. ഈ ഭാഗവത് സപ്താഹത്തിലെന്ന പോലെ ഇത്രയധികം സജ്ജനങ്ങളെയും മഹാത്മാക്കളെയും നമുക്ക് കാണാനും പരിചയപ്പെടാനും കേൾക്കാനുള്ള അവസരം വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണം? എവിടെ ഭാഗവത് സപ്താഹം ഉണ്ട് അവിടെ പുസ്തകമായിട്ട് രാവിലെ പോകണം, വൈകുന്നേരം വരെ ഇരിക്കണം. മനസ്സിലായോ? ഇങ്ങനെ കേട്ടു നോക്കൂ, ജീവൻ ധന്യവും ഭക്തിയൊക്കെ ഉണ്ടാവും നമുക്ക് എന്നർത്ഥം. ഇതാണ് ഈ മഹർഷീശ്വരന്മാർ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് കേട്ടപ്പോൾ ആ ഗുരുനാഥന്, ആ ലോകശ മഹർഷിക്ക് വളരെ സന്തോഷമുണ്ടായി. എന്താ? ഭഗവാനെ ഓർമ്മിക്കാൻ, ആ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനെ, കൃഷ്ണനെ ഓർമ്മിക്കാനും അവിടുത്തെ മഹിമകളെ ഒന്ന് പറയാനുമുള്ളതായ ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തന്നൂലോ ഇവര്. ഇതാണ് അദ്ദേഹം വിചാരിച്ചത്. ഇതൊക്കെ വേണ്ട പോലെ പറയണമെങ്കിലോ തൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം. ഗുരുകാരുണ്യം സമ്പൂർണ്ണം ഉണ്ടായാലല്ലേ ആർക്കും ഏതൊരു കാര്യത്തിലും വിജയം ഉണ്ടാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൻ്റെ ഗുരുനാഥനായ ഭാഗവതം പഠിപ്പിച്ചതാരാ? ശുഗമഹർഷിയെ നമസ്കരിച്ചു. അതുപോലെ മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ച വേദവ്യാസ മഹർഷിയെ നമസ്കരിച്ചു. പിന്നെയോ ഈ ഭാഗവതം ആദിയിൽ ബ്രഹ്മാവിന് ഉപദേശിച്ച് സാക്ഷാൽ നാരായണ ഭഗവാനാണ്. ആ നാരായണ ഭഗവാനെ ഉപദേശിച്ചു നമസ്കരിച്ചു. പിന്നെ ഇതെല്ലാം വേണ്ട പോലെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവാൻ സരസ്വതി ദേവിയെ നമസ്കരിച്ചു. ഇങ്ങനെ എല്ലാ ദേവീദേവന്മാരെയൊക്കെ നമസ്കരിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, ഞാൻ ധന്യനാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചത് കാരണം എനിക്ക് വലിയ സൗഭാഗ്യം ഉണ്ടായി. അവിടുത്തെ കഥ പറയാൻ ഭാഗ്യമൊന്നുമില്ലോ. ഭഗവാന്റെ കഥ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിനെ സന്തോഷം കൊടുക്കും, പരിശുദ്ധിയും കൊടുക്കും. അത്രയും അർത്ഥം. ജനങ്ങൾക്ക് ഭഗവാനിൽ ഇളകാത്ത ഭക്തി ഉണ്ടാവണം. ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി, ഉറപ്പായ ഭക്തി ഉണ്ടാവണം. അതാണ് പരമമായ ധർമ്മം. സവൈ പുംസാം പരോധർമ്മ യഥോ ഭക്തിരതോക്ഷജേ അഹൈതുകി അപ്രതിഹതായ ആത്മാ സംപ്രസീദതി. പ്രധാന ചോദ്യം എന്താ? ശാസ്ത്രങ്ങളുടെയൊക്കെ സാരം പറഞ്ഞു തരണമെന്ന. എന്തിനായി ശാസ്ത്രങ്ങളുടെ സാരവും പഠിക്കുന്നത്? ആത്മസംതൃപ്തി, ജീവിതധന്യത, ശാശ്വതമായ സുഖസമാധാനങ്ങൾ ഉണ്ടാവുക അല്ലേ? ഇവിടെ അതിനെ പറയാണ് ഏന ആത്മാ സംപ്രസീദി. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആത്മസംതൃപ്തി, ശാശ്വതമായ സുഖവും ശാന്തിയും ആനന്ദവും ജീവിതധന്യതയും വരും. ഏതുകൊണ്ട്? ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തി, ഏകാന്ത ഭക്തി, അഹൈതുകീ ഭക്തി, അനന്യഭക്തി. ഈ ഭക്തി ഉണ്ടായാൽ ഇത് എങ്ങനെ അറിയാം? നമുക്ക് സാധാരണ ഈശ്വരനോട് തോന്നുന്ന ഭക്തി ഇങ്ങനത്തെ ഭക്തിയല്ല. അതെന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി കാര്യം സാധിക്കാനുള്ള ഭക്തിയാണ്. ഭഗവാനോടല്ല ഭക്തി, കിട്ടേണ്ട വസ്തുക്കളോടാ അല്ലേ? അഹൈതുകി എന്ന് പറഞ്ഞാലോ ഒന്നും കിട്ടണ്ട, ഭഗവാന് വേണ്ടി ഭഗവാനെ സ്നേഹിക്കുക. മനസ്സിലായോ? ഭഗവാന് വേണ്ടി, ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും അന്യമായ എന്തെങ്കിലും നേടാൻ വേണ്ടി കിട്ടുന്ന ഭക്തി അന്യഭക്തിയാണ്, അനന്യല്ല. മനസ്സിലായില്ലേ? അനന്യഭക്തിയാണ് ഇവിടെ പറഞ്ഞത്. അഹൈതുകി, ഒരു ഹേതു ഉണ്ട്, ഭജനത്തിന് എന്തെങ്കിലും കാരണമുണ്ട്, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഭജിക്കുന്ന ഭക്തി അഹൈതുകിയല്ല, ഹേതുവോടുകൂടി ഭക്തിയാണ്. മനസ്സിലായോ? അതൊക്കെ നടക്കുന്നിടത്തോളം ഭജന ഉണ്ടാവുള്ളൂ, ഭക്തി ഉണ്ടാവുള്ളൂ. അത് ഏകാന്ത ഭക്തി. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഏകാന്ത ഭക്തി അകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു ഹരിനാരായണായ നമാന്നെഴുത്തച്ഛൻ ഹരിനാമകീർത്തനിൽ പറയണില്ലേ? ആ ഏകാന്ത ഭക്തി നമുക്ക് ഉണ്ടാവണം. അതുണ്ടായാലോ പിന്നെ ഒന്നും വേണ്ടത്രേ. അതാണ് ശുദ്ധഭക്തി, ഉത്തമ ഭക്തി എന്നൊക്കെ പറയണത്, പരാഭക്തി എന്നൊക്കെ പറയണത്. ഈ ഭക്തി ഉണ്ടാവലാണ് എല്ലാ ശാസ്ത്രങ്ങൾ പഠിച്ചതിൻ്റെയും എല്ലാ സാധനാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഒക്കെ ഫലമായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടിയാലോ ഏനാത്മാ സംപ്രതീതി. അതുകൊണ്ട് ആത്മസംതൃപ്തി ഉണ്ടാവും, ശാശ്വതസുഖം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അതുകൊണ്ട് പരമധർമ്മം എന്താണ്? പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരഭക്തിയാണ് അത്രയർത്ഥം. മാത്രമല്ല എല്ലാ ധർമാചരണങ്ങളും, ധർമാചരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്തവ്യങ്ങളായ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിക്കൽ, അതൊക്കെയും എന്തിനു വേണ്ടിയാണ് അനുഷ്ഠിക്കേണ്ടത്? ഈശ്വരഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഈശ്വരൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഈശ്വരൻ്റെ അർപ്പിച്ചുകൊണ്ട് ചെയ്താലേ കാര്യം സാധിക്കുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് പറഞ്ഞു സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധി ഹരിതോഷണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, ഭഗവാന്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത്, ഈ ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കണം എന്ന് വിചാരിച്ച് ആത്മാർത്ഥമായി അർപ്പണ ബുദ്ധിയോടുകൂടി അങ്ങനെ പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും? നമ്മുടെ കർമ്മം കൊണ്ട്, അതായത് ധർമാചരണം കൊണ്ട് ഈശ്വരഭക്തി ഉണ്ടാകും. മനസ്സിലായോ? ഈശ്വരഭക്തി ഉണ്ടായാൽ മനഃശുദ്ധി വരും, വിഷയങ്ങളിൽ ആസക്തി പോകും അല്ലേ? ജ്ഞാനം ചെയ്ത അഹൈതുകെന്ന ഒരു പ്രയാസവും കൂടാതെ സർവവും ഭഗവാനാണെന്നുള്ള ആ ജ്ഞാനം, ആ അനുഭവം ഒരാൾക്കുണ്ടായിത്തീരും. വിഷയങ്ങളോടുള്ള ആസക്തി പോവാനാ പ്രയാസം. പക്ഷേ ഈ ഭക്തി ഉണ്ടായാലോ ജ്ഞാനം, അത് ആ ഭക്തി തന്നെ വിഷയങ്ങളിലെ അനാസക്തിയെ കൊണ്ട് കൊടുക്കും, എല്ലാം കൊണ്ടു കൊടുക്കും അത്രേ. അല്ലാതെ ഭഗവത് സന്തോഷത്തിന് ഉതകാത്ത കർമ്മങ്ങൾ, ഭഗവത് ഭക്തി ഉണ്ടാകാൻ സഹായകമാവാത്ത ധർമാചരണം ശ്രമയേവ ഹി കേവലം എന്നാണ്. വെറും
വ്യായാമം മാത്രം, വെറും ശാരീരിക ക്ലേശം മാത്രം. രാവും പകലും ഇല്ലാതെ വേർത്ത് കുളിച്ച് കഠിനമായി അധ്വാനിച്ചു മാത്രം ഫലം. അതുകൊണ്ട് കിട്ടേണ്ട ഫലം എന്താ? കിട്ടിയോ? ഭൗതികമായ അക്ഷരമായ എന്തെങ്കിലും ഫലങ്ങൾക്ക് വേണ്ടി നമ്മളൊന്ന് ജീവിക്കണേ, പ്രവർത്തിക്കണേ അല്ലേ? ഇതല്ല, ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. ഇതൊക്കെ എന്തെങ്കിലും സാധനം കിട്ടുമ്പോൾ വാങ്ങണ സമയത്ത് അത് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം കൂടെ തരും അല്ലേ? ശരിയല്ലേ? ഇതുപോലെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നതാ. മനസ്സിലായോ? മുഖ്യമായിട്ട് കിട്ടേണ്ടത് എന്താ? മുഖ്യമായിട്ട് കിട്ടേണ്ടത് ഭഗവത് പ്രേമം, ഭഗവത് ഭക്തി, ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാനെ സന്തോഷിക്കല്. അതുകൊണ്ട് നമുക്ക് മനഃഭക്തിയും മനഃശുദ്ധിയും ശാശ്വതമായ സുഖ സമാധാനങ്ങളും. ഇതിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ പാകപ്പെടുത്തണം അത്രേ. അപ്പോൾ എത്ര വ്യക്തമാണ്, എത്ര ക്ലിയറാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ലോകത്തിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത്, എന്ത് ചിന്തയോടും സങ്കല്പത്തോടും മനോഭാവത്തോടും കൂടിയിട്ടാണ് ഒക്കെ ഈശ്വരന് വേണ്ടി ചെയ്യുന്നുള്ള ഭാവത്തോടു കൂടി ചെയ്യണം എന്നർത്ഥം. എന്നാലാണ് അത് ധർമാചരണമാവുള്ളൂ. ആ ധർമാചരണത്തിൻ്റെ ഫലം ഈശ്വരഭക്തി ഉണ്ടാവലാണ്. ആ ഭക്തി കൊണ്ട് ആ വിഷയ ആസക്തി പോലും ഈശ്വരാനുഭൂതിയും, അതുകൊണ്ട് ശാശ്വതമായ ശാന്തിയും ആനന്ദവും ആത്മസംതൃപ്തിയും കൈവരിക്കാൻ കഴിയും. ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലേ? നോക്കൂ. കൃഷ്ണഭഗവാൻ പോയതിന് ശേഷം ഈ ധർമ്മം ആരെയെന്ന് ആശ്രയിച്ചിരിക്കുന്നത്? ആ ഭഗവാൻ തന്നെ തൻ്റെ ദിവ്യമായ തേജസ്സിനെ ഭാഗവത രൂപത്തിൽ നമുക്ക് തന്നിരിക്കുക, ഭാഗവതത്തിൽ ലയിപ്പിച്ചിരിക്കുക അല്ലേ? അതുകൊണ്ട് പുരാണാർക്കോ അധുനോദിത, ഈ കലികാലത്ത് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ മറ്റൊരവതാരം കൈക്കൊണ്ടിരിക്കുക. എങ്ങനെ? ശ്രീമദ് ഭാഗവതമായിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഭാഗവതം വാങ്ങണം. പുസ്തകം അവിടെ ഭാഗവതം പുസ്തകം ഉണ്ട്, എന്നാലും അന്വേഷിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ബുക്ക് 2 വോളിയം കൊണ്ടുവച്ചിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവണം. മനസ്സിലായോ? എല്ലാ വീട്ടിലും ഭാഗവതം ഉണ്ടാവണം. അത് കേട്ടിരിക്കുക. അവിടെ വായിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് ദിവസവും കുറേശ്ശെ അങ്ങനെ വായിക്കുക. മനസ്സിലായോ? അതിരിക്കുന്ന സ്ഥലം തന്നെ തീർത്ഥസ്ഥലമായി തീരുന്ന പറഞ്ഞത്. അത് വായിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കുന്ന പറഞ്ഞത് അല്ലേ? അവർക്ക് സകല ശ്രേയസ്സും ആ ഭാഗവതം കൊണ്ടുകൊടുക്കും. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൽ നിന്നൊക്കെ പറഞ്ഞത്. അതിവിടെ ഈ ഭഗവാന്റെ കഥകളിൽ നമുക്ക് താല്പര്യം ഉണ്ടാവണം, ഭഗവത് ഭക്തി നമുക്കുണ്ടാവണം. അങ്ങനെ മനസ്സ് പരിശുദ്ധമാവും. അല്ലെങ്കിലോ നമ്മുടെ ജീവിതവും പ്രവൃത്തിയും ഒക്കെ വ്യർത്ഥമായി തീർന്നു എന്നർത്ഥം. കലികാലത്തിൽ നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ഭാഗവത രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ധർമ്മവും ഇന്ന് ഭാഗവതത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം വായിക്കണം എന്ന് പറയുന്നത്, കേൾക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? മറ്റൊരു പുരാണങ്ങളും വായിച്ചില്ലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഏതാ? ഭാഗവത പുരാണമാണ്. ഭാഗവതത്തിനുള്ള ആ മഹത്വം, അദ്വിതീയത്വം മറ്റൊരു പുരാണങ്ങൾക്കും കിട്ടിയിട്ടില്ല എന്നർത്ഥം. പിന്നീട് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, മഹർഷിമാരെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ, ഈശ്വരനെ സന്തോഷിപ്പിക്കാനുള്ള ആരാധന തന്നെയാണ് യഥാർത്ഥ ധർമ്മത്തിൻ്റെ ഫലം. മനസ്സിലായോ? ഏകാഗ്രതയോടുകൂടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഭഗവാനെക്കുറിച്ച് കേൾക്കണം, ഭഗവാന്റെ മഹിമകൾ കേൾക്കണം, അവിടുത്തെ തിരുനാമങ്ങളെ കീർത്തിക്കണം, അവിടുത്തെ രൂപത്തെ ധ്യാനിക്കണം, അവിടുത്തെ ഇഷ്ടദേവതാരൂപേണ പൂജിക്കണം. മനസ്സിലായോ? ഇതൊക്കെ സാധിക്കാൻ സത്സംഗം ചെയ്യണം എന്നർത്ഥം. ഭഗവാന്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മളറിയാതെ നമ്മുടെ അഹങ്കാര ഗ്രന്ഥി പൊട്ടിപ്പോകും, അഹങ്കാരം നശിച്ചു പോകും, മനസ്സ് ഭഗവാനിൽ ഭക്തി കൊണ്ട് ലയിച്ചു ചേരും. മനസ്സിലായോ? അതുകൊണ്ട് ഭക്തന്മാരോടുള്ള ചേർച്ച കൊണ്ടും ഭാഗവതം വായിക്കുന്നത് കൊണ്ടും ഭാഗവത കഥകൾ കേൾക്കുന്നത് കൊണ്ടും മനസ്സിലുള്ള ചീത്ത സംസ്കാരങ്ങളും വാസനകളൊക്കെ നശിക്കും. അപ്പോഴാണ് ഈശ്വരനിൽ ഇളകാത്ത ഭക്തി ഉണ്ടാവുക. വളരെ പണ്ടേക്ക് പണ്ട് തന്നെ ഇതറിഞ്ഞിട്ടാണ് മഹർഷിമാർ സദാ ആ മഹാവിഷ്ണുവിനെ ഭക്തിയോട് ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മഹർഷിമാരെ പിന്തുടർന്നുകൊണ്ട് അവരെ അനുസരിച്ചുകൊണ്ട് ആ ഈശ്വരനെ സേവിക്കുന്നവർക്കൊക്കെ ഈ ലോകത്തിൽ ശ്രേയസ്സുണ്ടായിത്തീരും എന്നർത്ഥം. ആ ഭഗവാൻ പല 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 അവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷികളായിട്ട്, മൃഗമായിട്ട്, മനുഷ്യനായിട്ട് അല്ലേ, മത്സ്യമായി, ജലജീവിയായിട്ട്, കൂർമ്മമായി അല്ലേ, നരസിംഹമായി, വാമനനായി, പക്ഷിയുടെ വംശത്തിൽ ഹംസമായി അവതരിച്ചു അല്ലേ, ഹംസാവതാരം. ഇങ്ങനെ പല പല അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചു സത്വഗുണം കൊണ്ട്. എന്നിട്ടോ ലോകത്ത് താൻ സൃഷ്ടിച്ച ലോകത്തിലെ ധർമ്മത്തെ ഭഗവാൻ തന്നെ രക്ഷിക്കും. ഭഗവാനാണ് ലോകം സൃഷ്ടി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായി അതിൻ്റെ സംരക്ഷണം ആരുടെ ഉത്തരവാദിത്വം? ഭഗവാന്റെ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പല പല അവതാരങ്ങൾ എടുക്കണം പ്രയത്നം. ആരാണ് 2 സന്ധികളിലും ആ ഭഗവാന്റെ അവതാര കീർത്തനങ്ങൾ, അവതാരങ്ങൾ, കഥകൾ പാടുന്നത്, കേൾക്കുന്നത്, കീർത്തിക്കുന്നത്? അവർ എല്ലാ പ്രാപഞ്ചിക ദുഃഖങ്ങളിൽ നിന്നും, സംസാര ദുഃഖങ്ങളിൽ നിന്നും മുക്തരായിത്തീരും. വേദസമാനമാണ്. ബ്രഹ്മസംഹിതം എന്നാണ് പറഞ്ഞത് ഭാഗവതം അല്ലേ. ബ്രഹ്മം എന്നതിന് വേദം എന്നൊരർത്ഥമുണ്ട്, പിന്നെ പരബ്രഹ്മം, പരമാത്മ ഭഗവാൻ എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ബ്രഹ്മസംഹിതമാണ്, വേദം തന്നെയാണ്, അല്ലെങ്കിൽ വേദസമാനമാണ്, വേദത്തിന് തുല്യമാണ് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതം വായിച്ചാൽ നമ്മൾ വേദം വായിച്ച ചെല്ലിയ ഫലമായി. മനസ്സിലായോ?
അപ്പോൾ വേദമൊക്കെ പഠിച്ച് എല്ലാം നമ്മളെ കൊണ്ടാവില്ലാവോ? അതൊക്കെ വളരെ പ്രയാസമാണ്. അത് പഠിക്കണമെന്ന് വെച്ചാൽ കുട്ടിയായിരിക്കുമ്പോൾ പോകണം. അത് അതിൻ്റെ ഉച്ചാരണമൊക്കെ ശരിക്കും ഇറക്കണമെങ്കിൽ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഭാഗവതം വായിച്ചുകൊണ്ടിരുന്ന വേദം വായിച്ച ഫലമായി. എന്താ കാരണം? വേദസാരമാണ് ഭാഗവതം. അയ്യോ, വേദാന്ത സാര സർവസ്വം എന്നൊക്കെയാണ് ഭാഗവതത്തിന് പറഞ്ഞേക്കണം എന്നർത്ഥം. അതുകൊണ്ട് ഓരോരുത്തരും ദിവസവും ഭാഗവതം കുറേശ്ശെങ്കിലും വായിക്കണം. മനസ്സിലായോ? കേൾക്കണം. ഇതാണ് നമുക്ക് നന്മയ്ക്ക് ശ്രേയസ്സിനുള്ള വഴി എന്നർത്ഥം. അപ്പോൾ അറിയില്ലെങ്കിൽ അങ്ങനത്തെ സത്സംഗത്തിന് പോയതൊക്കെ അറിയാറായിത്തീരുന്നർത്ഥം. അപ്പോൾ വേദത്തിന് തുല്യമായിട്ടുള്ളതും അതുപോലെ വേറെ സാരമായി അടങ്ങിയതും ഭഗവാന്റെ അവതാര കഥകൾ അടങ്ങിയതുമായ ഒരു വിശിഷ്ടമായ ഗ്രന്ഥമാണ് ഈ വേദവ്യാസ മഹർഷി നമുക്ക് തന്നിരിക്കുന്ന ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം ഭഗവാൻ വേദവ്യാസ മഹർഷി ഉണ്ടാക്കിയിട്ട് ആരെ പഠിപ്പിക്കണം എന്ന് ആലോചിച്ചു. അപ്പോഴാണ് ജന്മനാഥന ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ഭഗവാനെ സാക്ഷാത്കരിച്ച ആളാണ് പുത്രനായ ശുഗമഹർഷി. മനസ്സിലായോ? പുറത്തു വന്ന ഉടനെ ചരാചരങ്ങളെ മുഴുവൻ ഭഗവാനായി കണ്ട ആളാണ്. മനസ്സിലായോ? ഒന്നിനോട് സംബന്ധപ്പെടാൻ നിൽക്കാതെ നേരെ കാട്ടിലേക്ക് പോയി അവിടെ ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയ ആളാണ്. അങ്ങനെയുള്ള ശുഗമഹർഷിയെ തന്നെ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെയാണ് പുത്രനായ ശുഗമഹർഷിയെ ഈ ഭാഗവതം പഠിപ്പിച്ചു. ആ ശുഗമഹർഷിയാവട്ടെ എപ്പോഴും ഭാഗവത ശ്ലോകങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടേ ആ ആനന്ദത്തിൽ അങ്ങനെ മുഴുകിക്കൊണ്ട് ഭഗവാനെ അകത്തും പുറത്തും അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ലോകത്തിൽ സഞ്ചരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ശ്രീപരീക്ഷത്ത് മഹാരാജാവ് 7-ാം ദിവസം പാമ്പ് വെടിയേറ്റ് മരിക്കും ഇടവരുന്ന ശാപം കിട്ടിയതും അദ്ദേഹം എല്ലാത്തിനോടുള്ള ആശ ഉപേക്ഷിച്ച് ഭഗവാനെ മോഹിച്ചുകൊണ്ട് ഭഗവാനെ കിട്ടാനുള്ള മോഹം കൊണ്ട് ഏകാന്ത ഭക്തിയോടുകൂടി ഗംഗാതീരത്ത് വന്ന് ഭഗവാനെ ആശ്രയിച്ചിരുന്നു. ആ സമയത്ത് ഈ ശുഗമഹർഷി അവിടെ വന്ന് ആ ഭക്തനായ പരീക്ഷത്തിന് ഈ ഭാഗവതം കൽപ്പിച്ചു. അനേകം മഹർഷിമാരന്ന് ശുഗമഹർഷി എന്ന് ഭാഗവതം കേൾക്കാനുണ്ടായി. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായി പറയാം. ഇങ്ങനെയാണ് ഈ കഥ പറയുന്ന ഗുരുനാഥന് ഈ ശ്രീമദ് ഭാഗവതം ശുഗമഹർഷിയിൽ നിന്ന് കേൾക്കാൻ ഇടവന്നത്. അവിടെ ഇടയിൽ നിന്ന് ഞാനും ഈ ഭാഗവത സാരം മനസ്സിലാക്കി. ആ ഭാഗവതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാലോ ആ ഭാഗവതം ഒന്ന് പഠിച്ചാൽ എല്ലാ ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പറഞ്ഞില്ലേ, ഇതൊക്കെ പഠിച്ച ആളാണല്ലോ അദ്ദേഹം. അതിൻ്റെയൊക്കെ സാരാണല്ലോ പറയാൻ പറഞ്ഞത്. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഇതിഹാസ പുരാണങ്ങളുടെയും ഒക്കെ വേദങ്ങളുടെയും ഒക്കെ സാര സർവസ്വമാണ് ഈ ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ആ ഭാഗവതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറയാം. അപ്പം ഉത്തരം കേട്ടുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഒരു പുസ്തകം പഠിച്ചില്ല, ഭാഗവതം ഒന്ന് നല്ലോണം വായിക്കണം, ആഴത്തിൽ പഠിക്കണം, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം എന്ന് മോഹം ഉണ്ടാവണ്ടേ? അല്ലേ? അതെ, അങ്ങനെയാണ് ബുദ്ധിമാന്മാർ വിവേകികൾക്ക് ഉണ്ടാവുക. ഇവർക്ക് വളരെ സന്തോഷമായി ഈ ശൗനകാദി മഹർഷിമാർക്ക്. കണ്ട പുസ്തകങ്ങളൊന്നും പഠിക്കാൻ സമയം ഉണ്ടായില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇല്ലേ, എനിക്ക് അവസരം ഉണ്ടായില്ല, സങ്കടപ്പെടേണ്ട. അതിൻ്റെയൊക്കെ സാരമാണല്ലോ ഭാഗവതം. അതൊന്ന് പഠിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്. എന്നാൽ അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ, അതൊന്ന് വിസ്തരിച്ച് കേൾപ്പിക്കൂ എന്നല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക. അതെ, അത് തന്നെയാണ് അവരും പ്രാർത്ഥിച്ചത്. പക്ഷെ അവർക്ക് അതിനിടയിൽ വേറെ ചില സംശയങ്ങളുണ്ടായി. അതുകൊണ്ട് ഗുരുനാഥനെ കിട്ടുമ്പോഴല്ലേ സംശയം തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗുരുനാഥനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ ഭാഗവത സംബന്ധമായ ചില സംശയങ്ങളുണ്ട്, അതും കൂടി തീർത്തു തരണം, എന്നിട്ട് ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. എന്താണ്? ഏത് കാലഘട്ടത്തിലാണ് വേദവ്യാസ മഹർഷി ഉണ്ടായത്? ഈ വേദവ്യാസ മഹർഷി ഭാഗവതം ഉണ്ടാക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം. പിന്നെ ജന്മനാ തന്നെ ഈശ്വരഭക്തനും ഈശ്വരനെ സാക്ഷാത്കരിച്ച എല്ലാം ഈശ്വരനാണെന്ന് അറിഞ്ഞ ആളാണ് ആര്? ശുഗമഹർഷി എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഈ ഭാഗവതോ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജനിക്കുമ്പോൾ തന്നെ കൃതാർത്ഥനല്ലേ, സംതൃപ്തനല്ലേ. ആ ശുഗമഹർഷി എന്തിനാ ഭാഗവതം പഠിച്ചത്? അങ്ങനെ ഒരു സംശയം. പിന്നെ പരീക്ഷത്ത് വളരെ ഭക്തനും ധർമ്മനിഷ്ഠനും ഈ ഭാരതത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായിരുന്നു. അങ്ങനെയുള്ള എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ഇരിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും വേണ്ടാന്ന് തോന്നാനും ഇതിലൊക്കെ ആശ പോകാനും എളുപ്പമല്ലല്ലോ അല്ലേ? ഇതൊക്കെ കുറേ കൂടിയൊക്കെ ഉണ്ടാക്കണം എന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കുക. ഇത് മതി, ഒന്നും വേണ്ട, എനിക്ക് ഈശ്വരനെ കിട്ടിയാൽ മതി എന്ന് തോന്നി എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം ഉപേക്ഷിച്ച് ഏകാന്ത ഭക്തിയോടുകൂടി ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഗംഗാതീരത്ത് വന്നിരുന്നു. അപ്പോഴാണല്ലോ അദ്ദേഹത്തിന് ഭാഗവതം ഉപദേശിച്ച ശുഗമഹർഷി. അപ്പോഴാണല്ലോ അങ്ങ് കേട്ടത്. അതാണല്ലോ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനൊരുങ്ങണത്. അതെ, അപ്പോൾ പരീക്ഷത്ത് ആരാണ്? അദ്ദേഹം ജനിച്ചത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ശാപമുണ്ടായി. അദ്ദേഹം എന്തിനെല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് വന്ന് കൃഷ്ണനെ ആശ്രയിച്ചു, ഭാഗവതം കേട്ടു. ഇങ്ങനെ 3 സംശയങ്ങൾ ഈ കഥ കേട്ടപ്പോൾ അവർക്കുണ്ടായി. അപ്പോൾ അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ശ്രദ്ധയോടെ കഥ കേട്ടാൽ നമുക്കുണ്ടാവുക. മനസ്സിലായോ? കേൾക്കുമ്പോൾ കേട്ടതിൽ നിന്ന് പല സംശയങ്ങളുണ്ടാവും. അത് വീണ്ടും ഗുരുനാഥനോട് ചോദിക്കുക, വീണ്ടും ഗുരുനാഥനെ ക്ലിയർ ചെയ്യും. മനസ്സിലായോ?
ഇങ്ങനെയാണ് പഠിപ്പ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് സ്കൂളിലൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിക്കണേ. ടീച്ചർ കുട്ടികളുടെ ഉള്ളിൽ ജിജ്ഞാസയെ ഉണർത്തണം, മനസ്സിലായോ? അത് ടീച്ചർ കാണാതെ ബൈഹാർട്ട് പഠിച്ചിട്ട് അങ്ങനെ വന്ന് മഗ് ചെയ്യുക. കുട്ടി ഇതൊക്കെ എഴുതിച്ചോളൂ, പരീക്ഷയ്ക്ക് വരും കേട്ടോ. കുട്ടി അങ്ങനെ കാണാതെ പഠിക്കുക. എന്നിട്ടോ ആ ചോദ്യ പേപ്പറിൽ അല്ല ആൻസർ പേപ്പർ ഛർദ്ദിക്കുക. എന്നിട്ടോ റാങ്ക് മേടിക്കുക. എന്നിട്ട് ജീവിതത്തിൽ അവന് ആ റാങ്കുകാരന് ആത്മഹത്യ ചെയ്യാൻ പോവുക. അവനൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ പോവുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് പോവുക. പഠിച്ചു വലുതും ഇതാണോ? ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിച്ചു എന്താ പഠിച്ചത്? അവന് വിഷയമില്ല, അതവൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതല്ലേ, ടീച്ചർ പഠിപ്പിച്ചു അങ്ങനെയല്ലേ. മനസ്സിലായോ? ഇതല്ല നമ്മുടെ ഭാരതീയമായ വിദ്യാഭ്യാസം, മനസ്സിലായോ? ഇന്ന് ഭാരതീയ വിദ്യാഭ്യാസം അല്ല നമ്മൾ ചെയ്യുന്നത്, പാശ്ചാത്യൻ്റെ ബ്രിട്ടീഷുകാരെ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസമാണ്, മനസ്സിലായോ? ഭാരതീയമായ വിദ്യാഭ്യാസം എന്താ? വിദ്യാർത്ഥിയെ ചിന്തിപ്പിക്കുന്നു, മനസ്സിലായോ? സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്നു. അവൻ്റെ പഠിപ്പ് കൊണ്ട് അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ധീരതയോടെ നേരിടാനുള്ളതായ മനക്കരുത്തുണ്ടാക്കി കൊടുക്കുന്നു, മനസ്സിലായോ? ഒന്നിനും പതറാതെ തളരാതെ, അല്ലേ? മയക്കുമരുന്ന് അടിമയാവാതെ, കള്ളു കുടിക്കാൻ പോവാതെ, ജീവിത നൈരാശ്യം വന്ന് ആത്മഹത്യ ചെയ്യാൻ പോവാതെ, ഇതിനൊക്കെ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശ്വരഭക്തിയോടുകൂടി ഈശ്വരനെ ശരണാഗതി അടഞ്ഞുകൊണ്ട് ഇതിനൊക്കെ സധൈര്യം നേരിട്ട് ജീവിത വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസമായിരുന്നു ഭാരതീയമായ വിദ്യാഭ്യാസം, മനസ്സിലായോ? അതിപ്പോൾ കിട്ടണില്ല. അതിനാണ് നമ്മൾ ഈ ഭാഗവത സപ്താഹങ്ങളും കേൾക്കാൻ പറ്റേണ്ടത്, മനസ്സിലായോ? ഒരാഴ്ച എനിക്ക് ഒരു ഭാഗവത സപ്താഹം കേട്ടാൽ നമുക്ക് ഈ ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരടിസ്ഥാനം കിട്ടും, മനസ്സിലായില്ലേ? ജീവിതത്തിൽ ഇതൊന്നും കൂടാതെ ധൈര്യമായിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ടാവും. അത്തരം കഥകളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ ശ്രീമദ് ഭാഗവതം, മനസ്സിലാക്കുന്നുണ്ടോ? പക്ഷേ ഇത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ കഥ കേൾക്കാൻ പോവില്ല, ശരിയല്ലേ? കുട്ടിയോട് കൂടി ഇപ്പോൾ വെക്കേഷൻ സമയമല്ലേ, കുട്ടികളെ കുടുംബത്തോടു കൂടി ഇവിടെ വന്നൂടെ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്, വൈകുന്നേരം ചായ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഭഗവാൻ ആശ്രമത്തിൽ, അല്ലേ? നമ്മളെന്ത് വേണം? കുടുംബസമേതം കല്യാണത്തിനൊക്കെ പോണ മാതിരി വരണം. രാവിലെ നേരത്തെ എനിക്ക് കുളിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കേട്ട് നോക്കൂ. അങ്ങനെയൊക്കെ കേട്ടോണ്ടാണ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടായത്, മനസ്സിലായോ? നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ മഹാന്മാരെ സേവിച്ച് ആശ്രയിച്ച് അത് കുട്ടിക്കാലത്ത് കേൾക്കാൻ ഭാഗ്യമുണ്ടായതുകൊണ്ടാണ്. ഇതാണ് നമ്മുടെ ഭാഗവതത്തെക്കുറിച്ച് സാമാന്യമായി നമ്മൾ ധരിക്കേണ്ടത് എന്നർത്ഥം. ഏതായാലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണമല്ലോ, എന്നിട്ട് വേണം ഭാഗവതത്തിലേക്ക് പോകാൻ. അത് പറഞ്ഞു. ഗുരുനാഥൻ്റെ മഹിമ വീണ്ടും ഒന്ന് സ്മരിച്ചു. ശുഗമഹർഷിയിൽ ഇപ്പോൾ ഭാഗവതമാണ് പഠിപ്പിക്കാൻ പോണത് ഇവർക്ക്. ആ ഭാഗവതം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാഗവതത്തിൻ്റെ ഗുരുനാഥൻ ശുഗമഹർഷിയെ നമസ്കരിക്കണമല്ലോ. അതെ, ഈ ശുഗമഹർഷി എങ്ങനെയുള്ള ആളാണ്? മഹായോഗിയായിരുന്നു. എല്ലാ ചരാചരങ്ങളെയും ഈശ്വരനായി കാണും. അവരൊക്കെ ഈശ്വരനെ തിരിച്ചറിയുന്നവനായിരുന്നു, അല്ലേ? പക്ഷേ മൂഢനെ പോലെയാണ് അദ്ദേഹം സഞ്ചരിക്കുക. തീക്കനൽ ചാരം കൊണ്ട് മൂടിക്കിടക്കുമ്പോൾ അറിയില്ല നമ്മൾ ഇതുപോലെയാണ് അത്രേ യഥാർത്ഥ മഹാന്മാർ. നമ്മുടെ ഭഗവാനെ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. ഇത്ര വലിയ ത്രികാലജ്ഞാനിയും യോഗീശ്വരേശ്വരനുമായ മഹാപുരുഷൻ, അതിനെ കണ്ടാൽ എന്താ തോന്നുക? ഇതെവിടെയൊക്കെ പടങ്ങൾ വെച്ചിട്ടില്ലേ, അല്ലേ? ആ പടം കണ്ട അദ്ദേഹം ഒരു മഹാത്മാവാണ്, മഹാപുരുഷനാണ്, ഒരു യോഗീശ്വരനാണ്, ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ഈശ്വരനാണ് തോന്നുമോ? കണ്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടാൽ എന്താ തോന്നുക? ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതാണ് മഹാന്മാരെ. ഗൂഢോ മൂഢൈവയ്യതേന. ഇത് വല്ല മഹാന്മാരുടെ കാര്യത്തിൽ ശരിയാണ്. അവർ പബ്ലിസിറ്റിക്ക് വരില്ല, ആഗ്രഹമില്ല അവർക്ക്. അവരാരും അറിയാനേ ആഗ്രഹമില്ല. ആൾക്കാർ വരണ്ട, അവർക്ക് പത്രത്തിൽ വരണ്ട, ഒന്നും വരണ്ട, മനസ്സിലായോ? സോഷ്യൽ മീഡിയയിൽ വരണ്ട. ഇതൊന്നും യഥാർത്ഥ മഹാത്മാക്കളുടെ സ്വഭാവമല്ല എന്നർത്ഥം. അവരാരും അറിയാതെ എവിടെയെങ്കിലും ഇരിക്കാൻ ആഗ്രഹിക്കുള്ളൂ. ആരെങ്കിലും അവരുടെ മഹിമ അറിഞ്ഞ് അവരെ പോയി അടിപണിഞ്ഞ് സേവിച്ചാലോ അവരെ എല്ലാ തരത്തിലും അനുഗ്രഹിച്ച് ആ ജീവനെ ഉദ്ധരിക്കും അവർ, മനസ്സിലായോ? ഇതാണ് ഈ ഭഗവാനെ പോലുള്ള മഹാപുരുഷന്മാർ. അങ്ങനൊരു മഹാനായിരുന്നു ആര്? ശുഗമഹർഷിന്ന്, മനസ്സിലായോ? അദ്ദേഹം എങ്ങനെ സഞ്ചരിക്കുക? നഗ്നനായിട്ടാണ് സഞ്ചരിക്കുക. ശുഗമഹർഷി തുണിയെടുക്കില്ല. ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ ഭഗവാന്റെ ഗുരു തുണിയെടുക്കില്ല. ഇങ്ങനെ ഫോട്ടോ അവിടെ വെച്ചിട്ടില്ല ആ പൂജാമുറിയിൽ, അല്ലേ? നിങ്ങൾ നാമജപീനെ വെച്ചിട്ടില്ലേ ചിദംബരത്തിന്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പലരും അങ്ങനെയുണ്ട്. പല അവധൂതന്മാരും വസ്ത്രമൊന്നും കൊടുക്കില്ല. എന്താ വെച്ചാൽ ദേഹചിന്തയില്ലേ, അവർക്ക് ദേഹാഭിമാനമില്ലേ? നമ്മളെന്തിനാ വസ്ത്രം കൊടുക്കണേ? ഞാൻ ദേഹമാണെന്ന് അഭിമാനമുള്ളതുകൊണ്ടല്ലേ. നമ്മൾ ഉറങ്ങണ സമയത്ത് നമുക്ക് ഉറങ്ങണ വരെ വസ്ത്രം വേണ്ട. ഉറങ്ങുമ്പോൾ നമ്മുടെ അരയിൽ നിന്ന് വസ്ത്രം കഴിച്ചുകൊണ്ട് പോയാൽ നമുക്ക് വലിയ വിഷമമുണ്ട്. ഇല്ല, ദേഹചിന്തയിൽ ഒന്ന് വരുമ്പോൾ കണ്ടില്ലെങ്കിൽ പരിഭ്രമിക്കൂ, അല്ലേ? അതുമാതിരി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ
ആ ഈ വസ്ത്രം കൊണ്ടിട്ടാ പാൻറ് ഷർട്ട് ഇട്ടാ കൊണ്ടുപോവാ, അതൊക്കെ അഴിച്ചിരിച്ചിട്ട് ഒരു ലോഹ ഇടിക്കും അല്ലേ, ഒരു നൈറ്റി അവിടെ പോയാലോ അതും അഴിച്ചു കളയരുത്, എന്നിട്ടല്ലേ കയറി മുറിക്കണേ. നമുക്ക് നാണമാനുണ്ട്. എന്താ കാരണം? ഈ ശരീരത്തിൽ അഭിമാനം വരുമ്പോഴേ ഉള്ളൂ ആണ് പെണ്ണ് നാണന്മാരൊക്കെ അല്ലേ. ഈ മഹാന്മാരെ വസ്ത്രം എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ദേഹമാണെന്നുള്ള വിചാരമില്ല. ഇപ്പം നിങ്ങൾ ഈ പ്രയാഗിൽ കുംഭമേളയൊക്കെ നടന്നു, ഈ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രസിദ്ധിയായത് അതൊക്കെ അല്ലേ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ആയിരക്കണക്കിന് നാഗസന്യാസിമാർ അല്ലേ, വസ്ത്രേ ധരിക്കണില്ല. ചിലർ ലങ്കോട്ടി ഒരു കൗവീനെടുത്തിട്ടുണ്ട് അല്ലേ, പലരും വസ്ത്രേ ഇല്ല അല്ലേ, മേലൊക്കെ ചാരം പൂശി കണ്ടില്ലേ. എന്താ അത്? അവരാ സമയത്തേ ഉള്ളൂ. ഹിമാലയത്തിൽ അങ്ങേ ഏകാന്തമായ സ്ഥലങ്ങളിലാണ് അവിടെ ഇരിക്കുന്നത്. കാരണം എന്താ? അവർക്ക് തണുപ്പ് ചൂട് ഇതൊന്നും ഇല്ലയെന്ന്, സുഖദുഃഖങ്ങൾക്ക് അതീതരായ അവരുടെ മനസ്സ് ഭഗവാനിൽ ചേർന്നിരിക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ളവരുടെ സ്ഥിതി വേറെയാണ്, നമ്മുടെ മാതിരിയല്ല. നമ്മൾ ഈ ശരീരത്തിന് വേണ്ടി ജീവിക്കുക, ശരീരത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ നമുക്കൊക്കെ അത് അവരെ മനസ്സിലാക്കാനേ പ്രയാസം. അത് നമ്മളെ മാതിരി ഒരാളായിട്ടേ നമ്മൾ ഈ മഹാത്മാക്കളെ പോയി കണ്ടാൽ വിചാരിക്കുള്ളൂ അല്ലേ. അങ്ങനെയല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ശുഗമഹർഷി. അദ്ദേഹം ഇങ്ങനെ തലമുടി കഴിച്ചിട്ട് ഇങ്ങനെ സഞ്ചരിക്കും. പക്ഷേ സുഗന്ധദ്രവ്യങ്ങളുടെ മണം ചുറ്റുപാടും അടിക്കും അത്ര അദ്ദേഹം ശരീരത്തിൽ നിന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പോണ സമയത്ത് അച്ഛൻ പിതാവ് വ്യാസമഹർഷി പിന്നാലെ ചെന്നു ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അപ്സര സ്ത്രീകൾ ഒരു തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്സര സ്ത്രീകൾക്ക് ഈ ശുഗമഹർഷിയെ കണ്ടപ്പോൾ നാണം തോന്നിയില്ല അത്രേ. കാരണം അവർക്ക് ദേഹ വിചാരം വന്നില്ല, മാത്രമല്ല വസ്ത്രം ധരിച്ചില്ല അത്രേ. നേരെ മറിച്ച് പിന്നാലെ വസ്ത്രം ധരിച്ച വയസ്സനായ വേദവ്യാസൻ ഉണ്ണീ പുത്രാ മോനെ എന്ന് വിളിച്ച് പിന്നാലെ ഓടി വരുന്നുണ്ട്. അത് കണ്ടപ്പോഴോ അവർക്ക് നാണം തോന്നിയത്രേ. ഞങ്ങൾ പെണ്ണുങ്ങളാണ് വരില്ല, പുരുഷൻ പോകണമെന്ന് തോന്നി വേഗം കരക്ക് കയറി വസ്ത്രം എടുത്ത് നണിച്ചു നിന്നു. ആ സമയത്ത് വേദവ്യാസൻ അവരോട് ചോദിച്ചു ഇതിൻ്റെ കാരണം എന്താണെന്ന്. ശരിക്കും നാണം തോന്നേണ്ടത് വസ്ത്രം ധരിച്ച് വയസ്സനായ എന്നെ കാണുമ്പോഴല്ലല്ലോ, തുണിയില്ലാതെ 16 വയസ്സുകാർ ചെറുപ്പക്കാരൻ പോയപ്പോൾ അവനെ കാണുമ്പോഴല്ലേ തോന്നേണ്ടത്. അപ്പം നിങ്ങൾക്ക് തോന്നിയില്ല, എനിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? നാണം. അപ്പോൾ അവർ പറഞ്ഞു ദിവ്യജ്ഞാനിയാണ് അങ്ങയുടെ മകൻ. അങ്ങയുടെ മകന് ഇത് സ്ത്രീ ഇത് പുരുഷൻ എന്ന ഇത് കാഴ്ച ഭേദബുദ്ധിയില്ല അത്രേ. പിന്നെയോ സ്ത്രീയെയും പുരുഷയെയും ചരങ്ങളെയും അചരങ്ങളെയും ഒക്കെ ഭഗവാനായിട്ട് അദ്ദേഹം കാണുന്നത്. അങ്ങനെയുള്ളൊരു മഹാന്റെ സാന്നിധ്യത്തിലെത്തുമ്പോഴോ നമുക്ക് പോലും ചിന്തയില്ലാണ്ടാവും, നിശ്ചിന്തയാവും. ഭഗവാന്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ എന്താ നമ്മുടെ മനസ്സിന് ചിന്തയില്ല, കാലദേശങ്ങളെ മറക്കാം, ചുറ്റുപാടിനെ ആനന്ദം മാത്രം. ഇതൊക്കെ എൻ്റെ അനുഭവമാണ് നമ്മുടെ ഈ ഭഗവാന്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത്. മനസ്സിലായോ? അതുപോലെ പല മഹാത്മാക്കളെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. അവരൊക്കെ മഹത്വം എന്താ? അവരെ മുമ്പിൽ നമ്മൾ പോയി ഇരുന്നാൽ മതി, അവിടുന്ന് പോരണ വരെ ആനന്ദമാണ്. ഒന്നൊക്കെ മറന്നു, വിശപ്പ് ദാഹം ക്ഷീണം ഒന്നും അറിയില്ല. അറിയോ? ഇതാണ് അവരുടെ മഹിമ. ഞാൻ ഇന്ന ആളാണ്, ഐ എം സോ ആൻഡ് സോ എന്നുള്ളത് പറഞ്ഞ വ്യക്തിത്വ ബോധം പോലും ഇല്ലാണ്ടാവും അവരുടെ മുമ്പിൽ. മനസ്സിലായോ? ഇതാണ് ഈ ഈശ്വരനെ അനുഭവിച്ചിരിക്കുന്ന മഹാന്മാരുടെ അവസ്ഥ. ഇതാണ് ഈ ശുഗമഹർഷിയുടെ നില എത്രയും തന്നെ. അപ്പോഴാണ് ആശ്ചര്യം തോന്നി തൻ്റെ മകൻ്റെ ഔന്നത്യത്തെക്കുറിച്ച്, ആധ്യാത്മികമായ ഉയർച്ചയെക്കുറിച്ച് ആശ്ചര്യം ഉണ്ടായി വേദവ്യാസനെന്ന്. എന്നിട്ട് പറഞ്ഞു അങ്ങയ്ക്ക് അങ്ങനെയല്ല, അങ്ങയ്ക്ക് പുരുഷൻ സ്ത്രീന്ന് ഭേദമുണ്ട്. മാത്രമല്ല ഞാൻ അച്ഛൻ, ഇതെൻ്റെ മോൻ എന്നെ ഉപേക്ഷിച്ച് പോകണു എന്നൊക്കെയുള്ള സങ്കടമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ മകനെ വിളിച്ച് പിന്നാലെ പോയത്. അങ്ങനെയുള്ള ചിന്തയൊന്നും ഈ ശുഗമഹർഷിക്കില്ല എന്ന്. അപ്പം നോക്കൂ, ഇങ്ങനെയുള്ള ശുഗദേവനാണ് ഈ ഭാഗവതത്തെ പഠിപ്പിച്ച് ലോകത്തിൽ പ്രചരിപ്പിച്ചത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് പറയണം പരമഹംസ സംഹിത എന്നാണ് ശ്രീമദ് ഭാഗവതത്തിന് പറയാം. മനസ്സിലായോ? പരമഹംസന്മാർ ഇതിലാണ് അത്രേ ആനന്ദിക്കുന്നത്, രമിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഈ പരമഹംസ പദവിയിലേക്ക്, അവസ്ഥയിലേക്ക്, ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. മനസ്സിലായോ? ലൗകിക ബുദ്ധി പിടിച്ച് നമ്മെ ശരീര ചിന്തയ്ക്ക് അതീതരായി ആ ഈശ്വരാനുഭൂതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവ്, കരുത്ത് ഈ ഭാഗവതത്തിനുണ്ട്. മനസ്സിലായോ? ഇതാണ് അത് കേട്ട് 7 ദിവസം അങ്ങനെയുള്ള പരമഹംസൽ നിന്ന് ശീഘമഹർഷി ഭക്തനായ പരീക്ഷിത്ത് ഭാഗവതം കേട്ട് 7ാം ദിവസവും അദ്ദേഹം പരമഹംസനായി. മനസ്സിലായോ? ജീവൻമുക്തനായി, ശരീരാഭിമാനം ഇല്ലാണ്ടായി. ഇതാണ് അങ്ങനെയുള്ള ഗുരുവും ശിഷ്യനും കൂടി ചേർന്നാലുള്ള ഗുണം. ഹസ്തനാപുരത്തിൽ ഉന്മത്തനെ പോലെ, ഭ്രാന്തനെ പോലെ, മൂകനെ പോലെ, ജഡനെ പോലെയൊക്കെയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള ശുഗമഹർഷി എങ്ങനെയാണ് ജനങ്ങൾ കണ്ടുപിടിച്ചത്? പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ അടുത്ത് അദ്ദേഹം എങ്ങനെയാണ് വന്നത്? അവർ തമ്മിൽ നിന്ന സംഭാഷണം എന്തൊക്കെയായിരുന്നു? അതൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണം. മാത്രമല്ല സാധാരണ ഇങ്ങനെയുള്ള മഹാന്മാർ നമ്മുടെ ഒന്നും വീട്ടിൽ വരില്ല. ഇനി വന്നാൽ തന്നെ എത്ര നേരം ഉണ്ടാവും? അത്രേ ഒരു പശുവിനെ കറക്കണ നേരെ നിൽക്കുള്ളൂ. അത്രേ ഗോദോഹന മാത്രം എന്നാണ് പറയുന്നത്. പശുവിനെ കറക്കണം അത്ര നേരം അല്ലേ? അത് എപ്പോഴേക്കും അവർ സ്ഥലം വിടും.
പക്ഷേ ആ അങ്ങനെയുള്ള മഹാൻ ഈ പരീക്ഷത്തിൻ്റെ അടുത്ത് വന്നു, 7 ദിവസം രാവും പകലും അവിടെ ഇരുന്നു അല്ലേ. അത് വലിയ ആശ്ചര്യമല്ലേ. അതൊക്കെ വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ കഥ പറയാം, പിന്നീട് ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയുകയാണ്. ഈ ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം. 7 ദിവസം കഴിഞ്ഞാലോ വീണ്ടും ആവർത്തിച്ച് വരും, അങ്ങനെയല്ലേ അല്ലേ? അതെ. ഒരു കൊല്ലത്തിൽ എത്ര മാസമുണ്ട്? 12 മാസം. 12 കഴിഞ്ഞാൽ പിന്നെ 13ാമത്തെ മാസമുണ്ട്, അന്നാമത്തെ മാസം ആവർത്തിക്കും, അങ്ങനെയല്ലേ? ആവർത്തനമല്ലേ? ആ ഒരു മാസത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? അശ്വതി ഭരണി തുടങ്ങിയിട്ട് 27 നക്ഷത്രങ്ങൾ. 27 കഴിഞ്ഞാലോ ഉത്രട്ടാതി കഴിഞ്ഞാൽ വീണ്ടും രേവതി കഴിഞ്ഞാൽ പിന്നെ അശ്വതി വരും അല്ലേ. വീണ്ടും ആവർത്തനമാണ്. എല്ലാം ആവർത്തനമാണ് ഈ ലോകത്തിൽ, പ്രപഞ്ചത്തിലെല്ലാം ആവർത്തന. ദിവസങ്ങൾ, ആഴ്ചകൾ, പക്കം, തിഥി, നക്ഷത്രം, നാള്, ഇതെല്ലാം മാസം എല്ലാം അല്ലേ. ഇതുമാതിരി യുഗങ്ങൾ എത്രയറിയോ? 4. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പോൾ ഈ 4 യുഗം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഒരു ചതുർയുഗം കഴിഞ്ഞാൽ വീണ്ടും ആ യുഗങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ തൃതീയ യുഗപര്യയെ വേദവ്യാസ മഹർഷിയുടെ ആ അവതാരത്തെക്കുറിച്ച് പറയാം, എപ്പോൾ അദ്ദേഹം ഉണ്ടായതെന്ന്. ആദ്യത്തെ ഒരു റൗണ്ട് കലിയുഗം കഴിഞ്ഞു, 2ാമത്തെ റൗണ്ട് കഴിഞ്ഞു, 3ാമത്തെ റൗണ്ട് വന്നപ്പോൾ അതിലെ ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്താണ് വേദവ്യാസൻ്റെ അവതാരം ഉണ്ടായത്. ആരാണ് വേദവ്യാസനായി അവതരിച്ചത്? അതാണ് രസം. സാക്ഷാൽ വേദസ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണു തന്നെ വേദവ്യാസൻ്റെ രൂപത്തിൽ അവതരിച്ചു. അതെന്തിനാ? വൈദിക ധർമ്മമാണ്. ഇന്നലെ സൂചിപ്പിച്ചു അല്ലേ. ഹിന്ദുധർമ്മം എന്ന് നമ്മൾ പറഞ്ഞാലും ഹിന്ദുമതം ഹിന്ദുധർമ്മമാണ്. ആ ഹിന്ദുധർമ്മം, സനാതനധർമ്മം, അത് വൈദിക ധർമ്മമാണ്, വേദമാണ് അതിൻ്റെ അടിസ്ഥാനം. അത് ഋഷിമാരിലൂടെ ലോകത്തിൽ പ്രചരിച്ചുകൊണ്ട് ആർഷധർമ്മം എന്നതിന് പേര്. മനസ്സിലായോ? ഇതെല്ലാം പര്യായ പദങ്ങളാണ്. അപ്പോൾ നമ്മുടെ ധർമ്മം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ വൈദിക ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. വേണ്ടേ? സനാതന ധർമ്മത്തെക്കുറിച്ച് പഠിക്കണ്ടേ, പഠിപ്പിക്കണ്ടേ, പ്രചരിപ്പിക്കണ്ടേ? ഇല്ല. നമ്മളൊന്നും അതിന് താല്പര്യം കാണിക്കാണ്ടായാലും ഇവിടെ ധർമ്മം ഉണ്ടാവും. എന്താ ഇപ്പം നമ്മുടെ ഇടയിൽ ധർമ്മം വരാൻ കാരണം? ഹിന്ദുക്കൾക്ക് അധപ്പതനത്തിന് കാരണം എന്താ? ഹിന്ദുക്കൾക്ക് നമ്മുടെ ധർമ്മം അറിയുകയും വേണ്ട, ആചരിക്കുകയും വേണ്ട അല്ലേ. മറ്റുള്ള മതക്കാരെ അവരുടെ ധർമ്മം അറിയുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്. അവർക്ക് പഠിക്കേണ്ടതാണ് നമ്മൾ. ശരിയല്ലേ? നമുക്കാണൊന്നും അറിയാൻ വേണ്ട, കേൾക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട, ആചരണവും വേണ്ട. ശരിയല്ലേ? അങ്ങനെയായ കുഴപ്പമാണ്. അപ്പോൾ ഇവിടെ കാലം കൊണ്ട് ഇങ്ങനെ ഈ വൈദിക ധർമ്മം സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് വീണ്ടും പുനരുദ്ധരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സാക്ഷാൽ മഹാവിഷ്ണു വേദവ്യാസ രൂപേണ അവതാരമെടുത്തത്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വസിഷ്ഠായ നമോ നമഃ. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് വസിഷ്ഠൻ. വ്യാസം ശുഗം അല്ല നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിഞ്ച തൽപുത്ര പരാശരഞ്ച വ്യാസം ശുഗം ഗൗഡവതം മഹാന്തം. അങ്ങനെയാണ് ആ പരമ്പര പറയുക അല്ലേ. അപ്പം അതിൽ നാരായണനാണ് മഹാവിഷ്ണുവാണ് ആദ്യത്തെ ഗുരു. അവിടുത്തെ പുത്രനാണ്, ശിഷ്യനുമാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മപുത്രനാണ് ആര്? വസിഷ്ഠൻ. വസിഷ്ഠൻ്റെ പുത്രനും ശിഷ്യനുമാണ് ആര്? ശക്തി. പണ്ട് പുത്രനും ശിഷ്യനും ഒരാളാണ്. എന്താ വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഈ അറിവ് നല്ലോണമുണ്ട്. അപ്പോൾ മക്കളെ പിന്നെ ഗുരുകുലത്തിൽ അയക്കേണ്ട, അവരെന്നെ പഠിപ്പിക്കും. മനസ്സിലായോ? ഇന്ന് നമുക്കൊന്നും അറിയില്ല, നമുക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല. ശരിയല്ലേ? അപ്പോൾ ഗുരുകുലത്തിലേക്ക് അയക്കണം. ഇന്ന് ഗുരുകുലം ഇല്ലാണ്ടായി. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് ഗുരുകുലമൊക്കെ പഠിച്ചു വളർന്നു അല്ലേ. അപ്പോൾ ആർക്കും പഠിക്കാനുള്ള അവസരം ഇല്ലാണ്ടായി. അപ്പോൾ ശക്തി അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പരാശരൻ. ഈ പരാശരൻ്റെ പുത്രനായിട്ടാണ് വേദവ്യാസ മഹർഷി ഉണ്ടായത്. പരാശരനും അച്ഛനും സത്യവതി അമ്മയും. മനസ്സിലായോ? ഒരു ദ്വീപിൽ വെച്ചിട്ടാണ് അദ്ദേഹം പിറന്നത്. അതുകൊണ്ട് ദ്വൈപായനൻ എന്ന് പേര് വന്നു. കറുത്ത നിറമായതുകൊണ്ട് കൃഷ്ണൻ എന്നും പേര് വന്നു. അങ്ങനെ കൃഷ്ണദ്വൈപായനൻ എന്ന് അദ്ദേഹനെ വിളിക്കും. വേദങ്ങൾ അന്ന് കാലം കൊണ്ട് സമൂഹത്തിൽ വേദജ്ഞാനം, വേദത്തിൻ്റെ പ്രചരണം, ആൾക്കാർ അത് പഠിക്കലൊക്കെ ഇല്ലാണ്ടായി. അപ്പോൾ ജനങ്ങൾ ധർമ്മം എന്താണെന്ന് അറിയാതായി, ജനങ്ങൾക്ക് ദുരിതങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. അതുകൊണ്ട് അവിടുന്ന് ആ വേദത്തെ, ഒന്നായിരുന്ന വേദത്തെ 4ആയി വിഭജിച്ച് ലോകത്തിന് തന്നു. അങ്ങനെ വേദത്തെ വ്യസിച്ചതുകൊണ്ട്, എഡിറ്റ് ചെയ്തുകൊണ്ട്, വിഭജിച്ചതുകൊണ്ട് അദ്ദേഹം വേദവ്യാസൻ എന്ന് വേറൊരു പേരുണ്ടായി. മനസ്സിലായോ? അദ്ദേഹം മുൻകൂട്ടി കണ്ടു അത്രേ, ഇനി വരാൻ പോണത് ദ്വാപരയുഗം കഴിഞ്ഞാൽ വരാൻ പോണ ഏതാണ്? കലികാലമാണ്. കലികാലത്തിൽ ജനങ്ങൾ പൊതുവേ താമസ ഗുണപ്രധാനികളാവും. മനസ്സിലായോ? വെറും ഭൗതികവാദികളും ഭൗതിക വിഷയങ്ങളിൽ മാത്രം ആസക്തരായിത്തീരും. അങ്ങനെയുള്ള ആൾക്കാരെ അനുഗ്രഹിക്കാൻ എന്താ ഞാൻ ചെയ്യുക എന്ന് ആലോചിച്ചു. മനസ്സിലായോ? നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ. വിശാലബുദ്ധിയാണ്, ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്.
വരും യുഗത്തെ വരും യുഗത്തിലെ നമ്മുടെ തലമുറയൊക്കെ കുറിച്ച് വിചാരം വന്നു. അവരെയൊക്കെ ഉദ്ധരിക്കാൻ, അനുഗ്രഹിക്കാൻ ഞാൻ എന്ത് ചെയ്യാതെ സാധിക്കുക എന്ന് അദ്ദേഹം ആലോചിച്ചു. അതുകൊണ്ട് വെറുതെ വേദങ്ങളെ 4 വിഭജിച്ച് തൻ്റെ പ്രധാന 4 ശിഷ്യന്മാരുടെ ലോകത്തിൽ പ്രചരിപ്പിച്ചു എങ്കിലും അതുകൊണ്ട് തൃപ്തനായില്ല. എന്താ കാരണം? അദ്ദേഹം നല്ലോണം അറിയാം, നമ്മൾ എത്ര ആൾക്കാർ വേദം പഠിച്ചിട്ടുണ്ട്? ഇതിൽ പഠിക്കണ്ട ഇല്ല. ഇന്ന് കേരളത്തിൽ വല്ല വേദപാഠശാല ഉണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ പറ്റുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. കേരളത്തുകാരും പഠിക്കണില്ല, മലയാളികളാരും പഠിക്കണില്ല. അറിയോ? ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ വൈദിക ധർമ്മത്തിൽ നിന്ന് അകന്നു പോയി. അപ്പോൾ ജനങ്ങൾ അധർമ്മികളായി തീരും, അവർക്ക് അശാന്തിയും ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? ഈ വേദം എല്ലാവർക്കൊന്നും പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, അത് കുറച്ചും കൂടി ലളിതമാക്കി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വേദങ്ങളുടെ മുഴുവൻ സാരം ഒരു ഇതിഹാസ രൂപത്തിൽ എഴുതി. അതാണ് മഹാഭാരതം. നമ്മൾ എത്ര ആൾക്കാർ മഹാഭാരതം വായിച്ചിട്ടുണ്ട്? ആ മഹാഭാരതത്തിലുള്ള 1,25,000 ശ്ലോകം മാഷ് ഇന്നലെ പറഞ്ഞില്ലേ? ഹരിവംശം കൂട്ടിയിട്ട് അതിൽ വെറും 700 ശ്ലോകമാണ് ഭഗവത്ഗീതയ്ക്കുള്ളൂ. ആ ഭഗവത്ഗീതനെ നമ്മൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? അപൂർവ ഒരാൾ അല്ലേ? 1000-1 ഉണ്ടായാലേ ഇല്ലേ? അതല്ലേ നമ്മുടെ ഹിന്ദുക്കളുടെ കണക്കെടുത്താൽ അല്ലേ? ആലോചിച്ച് നോക്കൂ. ഗീത ഒന്നെങ്കിലും പഠിച്ചാൽ മതി, എല്ലാം പഠിച്ച പോലെ എന്നാ പറയുക. അപ്പോൾ നോക്കൂ, പഞ്ചമവേദം 5ാമത്തെ വേദമായിട്ടാണ് മഹാഭാരതത്തെ കണക്കാക്കിക്കുന്നത്. അപ്പോൾ നമുക്ക് വേദമൊക്കെ പഠിക്കാൻ പറ്റിയില്ലേ? മഹാഭാരതം ഒരു ഗ്രന്ഥം വേണ്ട പോലെ പഠിച്ചാൽ 4 വേദവും പഠിച്ച അറിവ് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഈ വേദം നന്നാവാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ആ മഹാഭാരതവും നമ്മളാരും വീട്ടിൽ വയ്ക്കാനേ പാടില്ല എന്ന് ഏതോ ദുഷ്ടശക്തികൾ നമ്മുടെ വിശ്വാസത്തിൽ വിഷം കുത്തിവെച്ചു. മനസ്സിലായോ? ഭാരതം വീട്ടിൽ വായിക്കാൻ പാടില്ല, യുദ്ധം ചാവും, കലഹം ഉണ്ടാവും, അങ്ങനെയും പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ബുദ്ധി കുത്തി നിറച്ചു. ഇതൊക്കെ ഹിന്ദുധർമ്മത്തിന് എതിര് പ്രവർത്തിച്ച ആൾക്കാരാ, അതായത് വിശ്വസിച്ചു നമ്മളല്ലേ. ഇപ്പോൾ പറഞ്ഞു മഹാഭാരതമാണ് നമ്മൾ പഠിക്കേണ്ടത്, അതൊന്ന് പഠിച്ചാൽ എല്ലാം 4 വേദം പഠിച്ച ഫലമായിരുന്നല്ലേ. അപ്പോൾ ആ കാര്യത്തിൽ വേദവ്യാസ മഹർഷിയെ തോൽപ്പിച്ചില്ലേ നമ്മൾ അല്ലേ? അദ്ദേഹം നല്ല ഉദ്ദേശമാണ് എഴുതുക, പക്ഷേ നമ്മൾ പഠിച്ചില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അപ്പളെ കണ്ട് നമ്മളിത് പഠിക്കാൻ പോകണില്ല എന്ന്. മനസ്സിലായോ? എന്നിട്ടാണ് പുരാണങ്ങൾ എഴുതി. പല പല കഥകളിലൂടെ ഈ തത്വമൂല്യങ്ങളെ പറഞ്ഞു തരുന്ന ഒരു സമ്പ്രദായമാണത്. മനസ്സിലായോ? അങ്ങനെ 17 പുരാണങ്ങൾ എഴുതി. എന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല എന്ന്. എന്താ കാരണം? ഇപ്പം 17 പുരാണം ആരാ പഠിച്ചേക്കണേ? നമ്മളിൽ ആരെങ്കിലും ഉണ്ട്? 17 പുരാണങ്ങളുടെ പേര് പോലും അറിയില്ല. ഇല്ല. ഭാഗവതം പോലും നമ്മൾ പഠിക്കാത്തവരാ അല്ലേ? ഒരു പുസ്തകം വീട്ടിലില്ലാത്തവരാ, വായിക്കാത്തവരാ, കേൾക്കാത്തവരാ അല്ലേ? അധികം ചിന്തിച്ചു നോക്കൂ. അത്രേ ഉള്ളൂ. അപ്പോൾ വ്യാസമഹർഷി തോറ്റുപോയില്ലേ? തോൽപ്പിക്കുക നമ്മൾ മഹർഷിമാരെ. അവർ നല്ല ഉദ്ദേശത്തിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ അത് പഠിച്ച് ജീവിച്ച് മറ്റുള്ള അവർക്ക് പറഞ്ഞു കൊടുത്താലല്ലേ അതിൻ്റെ മഹത്വം ലോകത്തിന് പ്രയോജനപ്പെടുക. വേദവ്യാസ മഹർഷി 17 പുരാണം എഴുതിയിട്ടും സന്തുഷ്ടനായില്ല. ഇനി എന്ത് ചെയ്തിട്ടാണ് ഈ ലോകത്തിനെ അനുഗ്രഹിക്കാൻ പറ്റുക? മറ്റുള്ളവരുടെ ദുഃഖം കാണുകയല്ലോ മഹാത്മാക്കൾക്ക് എന്ന് അദ്ദേഹം ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരദ മഹർഷി, ഭഗവാന്റെ സങ്കല്പം കൊണ്ട് നാരദ മഹർഷി വ്യാസന് ഗുരുവായി അവിടെ വരിക. വ്യാസൻ്റെ ആശ്രമത്തിൽ, ഹിമാലയത്തിൽ, ബദരീനാഥത്തിൽ. ഉടനെ വ്യാസമഹർഷി നാരദ മഹർഷിയെ ഭക്തിപൂർവ്വം പൂജിച്ച് ബഹുമാനിച്ചു. അപ്പോൾ നാരദൻ ചോദിച്ചു, എന്താ മഹർഷി, അങ്ങയുടെ മനസ്സിന് ഒരു അസ്വസ്ഥത തോന്നുന്നു, ഒരു കൃതാർത്ഥത ഇല്ലാത്ത മാതിരി, എല്ലാം ചെയ്തിട്ടും എന്തോ പൂർണ്ണത ഇല്ലാത്ത മാതിരി തോന്നുന്നു, എന്താണ് കാരണം? അപ്പോൾ വ്യാസമഹർഷി പറഞ്ഞു, ശരിയാണ്, അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് കൃതാർത്ഥത ഉണ്ടായിട്ടില്ല. എന്താണെന്ന് എനിക്കൊട്ട് മനസ്സിലാവുന്നില്ല, ഞാൻ എത്ര ആലോചിച്ചിട്ടും. ഒരു പക്ഷേ ഈശ്വരൻ്റെ മഹിമ ഞാൻ വേണ്ട പോലെ വർണ്ണിച്ചില്ല, അതായിരിക്കുമോ? അത് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. പറഞ്ഞു, അത് തന്നെയാണ് പറഞ്ഞു. മനസ്സിലായോ? ധർമാർത്ഥ കാമങ്ങൾ നേടാനുള്ള വഴികൾ മഹാഭാരതാദി ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ അങ്ങ് പറഞ്ഞു. അതുപോലെ ഈശ്വരഭക്തിക്കും ഈശ്വര കഥകൾക്കും ഈശ്വരലീലകൾക്കും ഈശ്വരൻ്റെ മാഹാത്മ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗ്രന്ഥം അങ്ങ് എഴുതുണ്ടായോ?